നമസ്കാരം. ഇന്ത്യക്ക് മേൽ അധിക തീരുവ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ചുമത്തിയിരുന്നു. അതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിൽ അമേരിക്കൻ ഉത്പന്നങ്ങൾ ജനങ്ങൾ തന്നെ ബഹിഷ്കരിച്ചിരുന്നു. സ്വാഭാവികമായി ഒരു നഷ്ടം അതിൽ ഉണ്ടായി എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഇന്ത്യയും US തമ്മിൽ മഞ്ഞുരുകുന്നു എന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. കൂടാതെ ഇന്നലെ മോദിയുടെ പിറന്നാളായിരുന്നു. അതിനെ തുടർന്ന് മോദിയെ ട്രംപ് ഫോണിൽ വിളിച്ച് ആശംസ അറിയിക്കുകയായിരുന്നു. ട്രംപിന്റെ ഊഷ്മളമായ ആശംസകൾക്ക് മോദി തിരികെ നന്ദി അറിയിക്കുകയും ചെയ്തു. ഈ ഫോൺ വിളികൾക്കൊക്കെ അതിനുശേഷം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വീണ്ടും ഒരു കൂടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ശീതള പാനീയ രംഗത്തെ മുൻനിരക്കാരായ പെപ്സിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുകയും ചെയ്തു. ആദ്യമായിട്ടാണ് പെപ്സിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഒരു കൂടിക്കാഴ്ചയൊക്കെ നടത്തുന്നത്. ഇന്ത്യൻ കയറ്റുമതി ഉത്പന്നങ്ങൾക്ക് 50% തീരുവ ചുമത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾ പെപ്സിയുടെ ഇന്ത്യൻ ബിസിനസിനെ ബാധിച്ചു എന്നതിൽ സംശയമില്ല. ആ ഒരു പ്രതിസന്ധി പരിഹരിക്കാനാണ് ബോർഡ് അംഗങ്ങൾ മോദിയെ കണ്ടത്. കാരണം അടുത്തിടെ GST പരിഷ്കാരം വരുത്തിയപ്പോൾ പെപ്സി ഉൾപ്പെടെയുള്ള കാർബോഹൈഡ്രേറ്റ് ചേർത്ത് ശീതള പാനീയങ്ങളുടെ നികുതി 40% മുമ്പത് 28%. പെപ്സിയുടെ വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് ഇന്ത്യയിൽ നിന്നാണ്. ഈ വരുമാനത്തിൽ കുറവ് വന്നാൽ കമ്പനിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. പെപ്സിക്കോ ഗ്ലോബൽ സിഇഒയും ചെയർമാനുമായ റമോൺ ലഗുവാട്ര ഇന്നലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയത്. പെപ്സി സിഇഒയും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചരിത്രത്തിൽ ആദ്യമായാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത്. പെപ്സി, 7up, മൗണ്ടൻ ഡ്യൂ, അതോടൊപ്പം തന്നെ അക്വാവനീന, ലയൻസ്, കുർക്കറെ തുടങ്ങി ലേസ് ഉൾപ്പെടെ അനവധി ഉത്പന്നങ്ങൾ പെപ്സിക്കോ ഇന്ത്യൻ മാർക്കറ്റിൽ വിൽക്കുന്നുണ്ട്. ഇതിൽ ഇന്ത്യ തന്നെ ഒരു GST വർധനവ് വരുത്തിയാലോ ഭാരതീയർ തന്നെ ബഹിഷ്കരണം നടത്തിയാലോ കമ്പനിക്ക് പണി ഉറപ്പാണ്. തീരുവ യുദ്ധത്തിൽ ട്രംപിന്റെ നിലപാട് അമേരിക്കൻ കമ്പനികളുടെ ഇന്ത്യയിലെ ബിസിനസിനെ ബാധിച്ചേക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പെപ്സിക്കോയും അതോടൊപ്പം തന്നെ അതിന്റെ ബോസും മോദിയെ കണ്ടത്. GST 40% ആക്കുന്നത് കമ്പനിയുടെ ലാഭത്തിൽ വലിയ കുറവുണ്ടാകും. അതിൽ ഒരു ഇളവ് നൽകണമെന്ന ലക്ഷ്യത്തോടെയാണ് ചർച്ചയ്ക്ക് എത്തിയത്. പെപ്സിക്ക് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഓരോ നീക്കങ്ങളും അതീവ നിർണായകമാണ്. വരുമാനത്തിന്റെ വലിയൊരു പങ്ക് ഇന്ത്യയിൽ നിന്നാണ് അവർക്ക് ലഭിക്കുന്നത്. പെപ്സിക്കോ ഇന്ത്യയുടെ 2024 സാമ്പത്തിക വർഷത്തെ വരുമാനം 8,877 കോടി രൂപയായിരുന്നു. ലാഭം 883 കോടി രൂപയും. ജൂൺ 14 അവസാനിച്ച 12 ആഴ്ചയിൽ പെപ്സിക്കോ ഇന്ത്യയുടെ വരുമാനം 1% ഇടിഞ്ഞിരുന്നു. ഇന്ത്യക്കെതിരെ താരിഫ് യുദ്ധത്തിന് ട്രംപ് തിരികൊളുത്തിയ സമയത്ത് US ഉത്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ സോഷ്യൽ മീഡിയയിൽ ആഹ്വാനങ്ങൾ ഉയർന്നിരുന്നു. ആ ഒരു സമയത്ത് കമ്പനിക്ക് വലിയ നഷ്ടമുണ്ടായി. അപ്പോൾ അതിലൊക്കെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് പെപ്സിയുടെ തലവന്മാർ ഇന്നലെ മോദിയുമായി ഒരു ആശയവിനിമയം നടത്തിയത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.